ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഹെയർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് തലയിൽ നന്നായി എണ്ണ അപ്ലൈ ചെയ്യുന്ന ദിവസമാണ്. അതിലേക്കായി കാച്ചിയ എണ്ണ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി തണുത്ത ശേഷമാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് എണ്ണ ഒഴിച്ച് പാത്രം ഇറക്കി വയ്ക്കണം. ഇന്ന് നമ്മൾ പയറുപരിപ്പിൻ്റെ ഒരു പാക്കാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അത് കുറച്ച് സമയം കുതിരാനായിട്ട് ഇട്ട് വയ്ക്കണം. തലേ ദിവസമേ ഇട്ട് വച്ചിരുന്നാൽ പിറ്റേന്ന് അത് അരച്ചെടുത്താൽ മതിയാകും. ഇവിടെ 2 വലിയ സ്പൂൺ പയറുപരിപ്പ് വെള്ളത്തിലേക്ക് കുതിരാൻ തലേ ദിവസമേ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു. പയറുപരിപ്പായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ വൈകിട്ടൊക്കെ പാക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് രാവിലെ ഇട്ട് വെച്ചാലും മതിയാകും. നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിരുന്ന എണ്ണ അല്പമൊന്ന് തണുത്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടി ഓരോ സെക്ഷനായിട്ട് മാറ്റി എല്ലാ ഭാഗവും അപ്ലൈ ചെയ്യണം. ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. തലയിലെ താരൻ മാറുന്നതിനും മുടി വളർച്ച കൂടുന്നതിനും അത് ഉപകരിക്കും. എണ്ണ എല്ലായിടം അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുത്ത ശേഷം കെട്ടി വയ്ക്കാം. എണ്ണ തലയിൽ എല്ലായിടം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയൊരു മസാജിങ് കൊടുത്ത് മുടി കെട്ടി വയ്ക്കാം. എണ്ണ തലയിലൊന്ന് പിടിച്ച് കിട്ടുന്നതിന് ഒരു 10 മിനിറ്റ് നമുക്ക് മുടി കെട്ടി വയ്ക്കാം. അതിനിടയ്ക്ക് നമ്മുടെ പാക്ക് കൂടി തയ്യാറാക്കി എടുക്കാം. പയറുപരിപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു നേന്ത്രപ്പഴമാണ്. മുടിക്ക് നല്ല ഷൈനിങ് കിട്ടുന്നതിന് അത് ഉപകരിക്കും. പഴം ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഈ ഒരു പാക്ക് അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ പയറുപരിപ്പ് കുതിർത്തയിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പോൾ പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പയറുപരിപ്പും അതിലെ വെള്ളവും കൂടി നമുക്ക് ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. പയറുപരിപ്പും പഴവും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ച് അത് അരിച്ചെടുക്കാം. നമ്മളിതിൽ കൂടുതലായി വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് തിക്കായിട്ടുള്ള ഒരു പാക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പാക്കൊക്കെ നമ്മൾ അരിപ്പയിൽ അരിച്ചാൽ കിട്ടുകയില്ല. ഇതുപോലെ തുണി ഉപയോഗിച്ച് തന്നെ പിഴിഞ്ഞെടുക്കണം. ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴുകി മുടി ഉണങ്ങുമ്പോൾ മുടിക്ക് നല്ല തിക്നെസ് കൂടിയതായിട്ടും അതുപോലെ മുടി നല്ല ബൗൺസിയായി കിടക്കുന്നതിനും ഉപകരിക്കുന്നൊരു പാക്കാണ്. പയറും മുടിക്ക് കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ടാക്കും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഒരു പഴം കൂടി ചേർത്തത്. അതുപോലെ നമ്മൾ മുടിയിൽ നന്നായി ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്താൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് മുടിക്ക് ലഭിക്കുക. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ തലയിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായി പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പാക്ക് തലയോട്ടിയിലും മുടിയിലുമൊക്കെ അപ്ലൈ ചെയ്യാം.
പാക്ക് തലയോട്ടിയിലും മുടിയിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് തലമുടി കെട്ടിവെച്ച ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.